മഴ ശക്തമായതോടെ എറണാകുളം ഞാറക്കല്ലെ തീരപ്രദേശങ്ങളിൽ കടലാക്രമണം രൂക്ഷമാണ്. നിരവധി വീടുകളിൽ വെള്ളം കയറി. പലരും വീടൊഴിഞ്ഞു പോവുകയാണ്. ജിയോ ബാഗും കടൽ ഭിത്തിയും തകർത്താണ് കടൽ അടിച്ചു കയറുന്നത്. സേഫ് നിസാലിയാർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഞാൻ നിൽക്കുന്നത് ഞാറക്കൽ 1-ാം വാർഡിലാണ്. ഞാറക്കൽ 1-ാം വാർഡിലെ തീരപ്രദേശത്തെ കാഴ്ചയാണിത്. കടലടിച്ചു കയറുകയാണ്. കടലാക്രമണം രൂക്ഷമാണ്. ഇപ്പോൾ കഴിഞ്ഞ 2 ദിവസമായി ഇതാണ് ഇവിടുത്തെ സ്ഥിതി. വീടുകളിലേക്കെല്ലാം വെള്ളം കയറിയിരിക്കുകയാണ്. ഇന്ന് രാവിലെ വരെ ആൾ താമസം ഉണ്ടായിരുന്ന ഒരു വീടാണ് ഈ കാണുന്നത്. ഈ വീടിന്റെ മുൻവശത്തെ കാഴ്ചയാണിത്. ഈ രീതിയിൽ ഓരോ വീടുകളുടെ മുമ്പിലേക്കും വെള്ളം അടിച്ചു കയറിക്കൊണ്ടിരിക്കുകയാണ്. ഈ വീട്ടിലുണ്ടായിരുന്ന ആളുകൾ ഇന്ന് രാവിലെ ഇവിടെ നിന്ന് വീടൊഴിഞ്ഞു പോയി. കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് വലിയ രീതിയിൽ കടലാക്രമണം ഉണ്ടായിരുന്നു. അന്ന് ഇവർ വീട് മാറിപ്പോയ ശേഷം പിന്നീട് വന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞ ദിവസമാണ് ഇവിടെ ഒന്ന് താമസമായത്. ചേച്ചി, ഇത് എത്ര കാലമായി ഇങ്ങനെ കടലാക്രമണം? ഒരുപാട് നാളായിട്ടുണ്ട്. ഞങ്ങൾ ഇവിടെ ജനിച്ചു വളർന്നതാണ്. ആ നാളോടെങ്കിൽ ഇത് തന്നെ സംഭവം ഇവിടെ നടക്കുന്നത്. കുറച്ച് കൽവിത്ത് കൊണ്ടെന്ന് വെച്ചാൽ അത് ഇതേ പോയി. പിന്നെ കുറച്ച് ചാക്കറ്റ് വെക്കും, അത് പോയി. അങ്ങനെയൊക്കെ ഞങ്ങൾ വെള്ളത്തിൽ കിടന്ന് ജീവിച്ചിരിക്കുന്നത്. ഈ കടൽ ഭിത്തി വെച്ചിട്ടുണ്ട്, അതിനുശേഷം ജിയോ ബാഗ് വെച്ചിട്ടുണ്ട്. എന്തെങ്കിലും പരിഹാരം ഉണ്ടോ? എന്ത് വെച്ചിട്ട് ഇവിടെ ഒരു പരിഹാരവും ഇല്ല. ഒരു സമയത്ത് ഇവിടെ ഒരു പരിഹാരം ഉണ്ടായിട്ടില്ല. ഞങ്ങൾ തൃശ്ശൂർ ജില്ലയിൽ കിടക്കുന്നവരാണ്. ഇവിടെ കല്യാണം കുടിച്ചുകൊണ്ട് 80-ൽ വന്നതാണ് ഞാൻ. ആ കാലം തുടങ്ങി ഇവിടെ കാണുന്ന കാഴ്ചകൾ ഇതൊക്കെ തന്നെയാണ്. കുറച്ച് ആൾ ഞങ്ങൾ പോയി അവർ ക്യാമ്പ് തുറക്കും, അവിടെ പോയി കിടക്കും. ഇത്തിരി ചോറും കഞ്ഞൊക്കെ കിട്ടും, അത് കുടിച്ച് ഞങ്ങൾ ഞങ്ങളുടെ കുടുംബത്തിൽ പോകും. ഇതൊക്കെ തന്നെ ഇവിടുത്തെ ഗതി. ഇതിനൊരു മാറ്റം ഈ കാലയളവ് വരെ ഞങ്ങളൊന്നും കണ്ടിട്ടില്ല. ഞങ്ങൾക്ക് ഇവിടെ കിടന്നുറങ്ങാൻ പാടില്ല. ഞങ്ങൾ കാലങ്ങളായി ഇത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് ഇത് തന്നെയാണ് എല്ലാ കൊല്ലം ഇത് ഞങ്ങൾ അനുഭവിക്കുകയാണ്. ഒരാളും കട തിരിഞ്ഞു നോക്കാനില്ല. ഇവിടെ കിടന്ന് മറുപടി കൂട്ടുമ്പോൾ പഞ്ചായത്തിൽ നിന്ന് ഇത്തിരി മണ്ണ് വേണ്ടി വെക്കും. അത് തന്നെയാണ് കിട്ടണത്. ഈ ദുരിതം കണ്ടിട്ട് ഇത്തരം പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടായിട്ട് ഇത്തരം കാര്യങ്ങൾ ഇവിടെ ഉണ്ടായിട്ട് ഗവൺമെന്റിന്റെ ആളുകൾ ആരും ഇവിടെ വന്ന് ഒരു കാര്യം നോക്കണില്ല എന്നുള്ള നമുക്ക് ഇവരെ സുരക്ഷിതമായിട്ട് താമസിപ്പിക്കണ്ടേ, ഇവർക്ക് സുരക്ഷിതമായിട്ട് ജീവിക്കണ്ടേ, ഇവരെ സ്വത്തും മുതലൊക്കെ സംരക്ഷിക്കണ്ടേ? കാലങ്ങളായിട്ട് ഇവർ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ മുതലുകളല്ലേ നശിച്ചു പോണത്. ഇതൊക്കെ സംരക്ഷിക്കാനുള്ള നടപടി ഇവിടെ വേണ്ടേ? എന്തുകൊണ്ടാണ് ഇത് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. കാരണം ഇവിടെ ഇനി കടൽ ഭിത്തി കൊണ്ടും പരിഹാരമില്ല, ഈ പറയുന്ന ജിയോ ബാഗ് കൊണ്ടും പരിഹാരമില്ല. കാരണം അതെല്ലാം പരാജയമാണെന്ന് ഇവിടെ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും. ഈ വെള്ളം ഇവിടെ നിന്ന് കടൽ ഓരോ തിര വരുമ്പോഴും ഇവരുടെ നെഞ്ചിൽ ആദി കൂടുകയാണ്. ആ വെള്ളം മുഴുവൻ ഇവരുടെ വീടിന്റെ മുറ്റത്തേക്കും വീടിനകത്തേക്കും അടുക്കളയിലേക്കും എല്ലാം കയറുന്ന അവസ്ഥയാണ്. ഈ സാധനങ്ങൾ വഴി എങ്ങോട്ടോടും, ഏത് ഭാഗത്തേക്ക് പോകുമെന്നുള്ള ഒരു ആശങ്കയിൽ തന്നെയാണ് ഇവരുള്ളത്. എന്തായാലും ചെല്ലാനം മോഡൽ ടെട്രാപ്പോഡെങ്കിലും കൊണ്ടുവന്ന് ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം കാണണം. അല്ലെങ്കിൽ ഈ ഭാഗത്ത് വംശനാശ ഭീഷണി നേരിടുന്ന ആളുകളായി ഈ പ്രദേശത്തുള്ള ആളുകളെല്ലാം മാറുമെന്നൊരു വേദനയാണ് ഇവരിവിടെ നിന്ന് പങ്കുവെക്കുന്നത്. ക്യാമറാമാൻ ടീബിനൊപ്പം സൈഫ് നിസാലിയാർ, ന്യൂസ് മലയാളം, കൊച്ചി.